ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഡ്രീംസ് ലൈഫ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പുൽക്കൂട് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. തരും. എന്തായാലും നമുക്ക് ഫൈനൽ ലുക്കിലേക്ക് പോകാം. ഇവിടെ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആശാരിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പുൽക്കൂടിൻ്റെ ബേസ് മുഴുവൻ സെറ്റാക്കി തരുമെന്നാണ് പറഞ്ഞത്. നമുക്ക് മേൽക്കൂര മാത്രം ഉണ്ടാക്കിയാൽ കേട്ടോ. മേൽക്കൂര ഉണ്ടാക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് പുല്ല് വെച്ചിട്ട് പിടിപ്പിക്കണം. നമുക്ക് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അതിലേക്ക് ആൾക്കാരൊക്കെ വെക്കണം. നമ്മളെ ഇനീഷ്യൂ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതങ്ങാണുള്ളത്. വീട്ടിലാണുള്ളത്, ഇപ്പോൾ പഴയ വീട്ടിലാണുള്ളത്, തറവാട്ടിലാണുള്ളത്. ഇവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാരി. അതാണ് ഈ ഒച്ച കേൾക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. ചിലപ്പോൾ സൗണ്ടും കേൾക്കുന്നുണ്ടാവില്ല. ഇപ്പം ഇല്ല, ഇപ്പം നിർത്തിയതാണ്. അപ്പോൾ എന്തായാലും അടിച്ചിട്ട് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരും. അപ്പോൾ എന്തായാലും നമുക്ക് ഫൈനൽ ലുക്കിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ പുൽക്കൂട് ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ അതിൻ്റെ ബേസ് മുഴുവൻ സെറ്റാക്കി. ഇനി പുല്ല് സെറ്റ് ചെയ്യാനും അതിൻ്റെ താഴത്തെ ഭാഗവും ബേസും പിന്നെ അതൊക്കെ സെറ്റ് ചെയ്യാനുള്ളൂ. ഞാനിനി എൻ്റെ ക്രിസ്മസ് പുൽക്കൂട് ഞാൻ കാണിച്ചു തരാൻ പോകണം. ഓക്കെ, നമ്മളിതേ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. പുൽക്കൂടിൻ്റെ എല്ലാ ബേസും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ ഒരു സംഭവം വെക്കാനുണ്ട്. നമുക്കത് വെക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്കിനി ഇത് വെക്കാം കേട്ടോ. ഇങ്ങനത്തെ ഒരു ഷീറ്റാണ് നമ്മൾ വെക്കുന്നത്. നമ്മൾ ഇതിൻ്റെ മുകളിൽ പുല്ല് വെക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇത് വെക്കാം. അതിൻ്റെ മുകളിലെടുത്ത് വെക്കട്ടെ. ഇത് ഓക്കെ അല്ലേ ഗൈസ്? അപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത്. ഏകദേശം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ മുകളിൽ പുല്ല് വരും. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത്ര എല്ലാവരും കൂടി കൂട്ടിയിട്ട് 18 ആളുണ്ട്. പക്ഷേ ഇവരാരും അല്ല മെയിൻ. ഉണ്ണീഷാണ് മെയിനായിട്ട് നമ്മുടെ ആളെന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ ക്രിസ്മസിന് അന്നാണ് വെക്കുക എന്നാണ് പറയാറ്. നമുക്ക് ക്രിസ്മസിന് അന്ന് വെക്കായിട്ട് ബാക്കി എല്ലാവരെയും നമുക്ക് ഇന്ന് തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് പുല്ല് വെക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ഗാർഡനിൽ തന്നെയുള്ള പുല്ലാണ് നമ്മൾ പറിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടും കൂടി മിക്സ് ആയതാണ്. കുറച്ച് ഉണങ്ങിയതും പച്ചയായിട്ടുള്ള എടുത്താണ് നമ്മളിതിൻ്റെ ബേസിലായിട്ട് വെക്കുകയാണിത്. എന്നിട്ടാണ് നമ്മൾ ഓരോ ആൾക്കാരെ വെക്കുന്നത്. അത് നമുക്കിത് സെറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് നമുക്കിത് ഇങ്ങോട്ടേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ മുകളിലും കൂടി കുറച്ച് ഉണങ്ങിയ പുല്ല് വെക്കുകയാണ്. ഇത് നമ്മളന്ന് പുല്ല് വെട്ടിയിട്ടില്ലായിരുന്നു. വീഡിയോ കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. അപ്പോൾ അന്ന് വെട്ടിയ പുല്ലാണിത്. അത് കുറച്ച് മുകളിലായിട്ട് വെച്ചിട്ട് പിന്നെ അതിന് മുകളിൽ കുറച്ച് വൈക്കോല് വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെക്കാം കേട്ടോ. ഫില്ല് ചെയ്യാം. എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുന്നിൽ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ അവസാനം കാണിച്ചു തരുട്ടുള്ളൂ ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്കിനി ബാക്കിയും കൂടി ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്കിനി വൈക്കോല് വെച്ച് നോക്കാം. കുറച്ചേ ഉള്ളൂ, അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിനി ഓരോരുത്തരായി സെറ്റ് ചെയ്യണം. എല്ലാവരെയും പുറത്തെടുത്ത് വെച്ചിട്ട് ഫസ്റ്റ് നമുക്ക് മാലാഖനെ കെട്ടാം കേട്ടോ. മാലാഖനെ നമുക്ക് മുകളിൽ കെട്ടി വെക്കാം. ഇവിടെയാണ് നമ്മൾ കെട്ടാൻ പോകുന്നത്. നമ്മൾ മാലാഖനെ കെട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മാലാഖനെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ആളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം. അപ്പൊ ഗൈസ്, നമ്മൾ കുറച്ചും ഡെവലപ്പ് ആക്കിയിട്ട് നമ്മൾ മുന്നിൽ മുഴുവൻ പച്ചപ്പുല്ല്, നല്ല പച്ചപ്പുല്ല് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു വഴി വെക്കാം. അതിനുവേണ്ടി നമ്മൾ പച്ചപ്പുല്ല് ഇവിടെ വെട്ടുകയാണ് കേട്ടോ. ഇവിടുന്ന് വെട്ടുകയാണ്. അധികം അടിയിലേക്ക് പോയാലും ഉണങ്ങിയ പുല്ലായി പോവും. നമ്മളിപ്പോ വെട്ടിയിട്ട് പുതിയ മുളച്ചു വന്ന പുല്ലാട്ടോ ഇത്. അപ്പൊ ഗൈസ്, നമ്മൾ ഇതേപോലെ വഴി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളില്
കുറച്ച് പച്ചപ്പുല്ല് ഇങ്ങനെ വെതറി കൊടുക്കാം. കുറച്ച് പച്ചപ്പ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അധികം പച്ചപ്പുല്ലില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഉണങ്ങിയ പുല്ല് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പച്ചപ്പുല്ലിടുന്നത് കേട്ടോ. അപ്പൊ ഗൈസ്, നമുക്ക് ഉണ്ണീഷിനെ നാളെ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം മാതാവിന് വെക്കാം കുള്ളിലേക്ക്. ഇവിടെയാണ് നമ്മൾ ഉണ്ണീഷിനെ ഏകദേശം വെക്കുക. ആ ഒരു സ്ഥലത്തായിട്ട് നമുക്ക് മാതാവിനെ വെച്ചു കൊടുക്കാം. അതിൻ്റെ ായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ആളെ വെക്കാം. കുറച്ച് കാണികളെയൊക്കെ നമ്മൾ വെക്കുകയാണ്. ഇവിടെ ഒരാളെ വെക്കാം, ഇവിടെ ഒരാളെ വെക്കണം. ഇനി കുറച്ച് ആടുകളെയൊക്കെ മുമ്പിലായിട്ട് വെക്കാം. ഇനി ഒരു പശു ഉണ്ട്, അതിനെ നമുക്ക് ഇവിടെയായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ആടിനെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഒട്ടകമുണ്ട്, നമുക്കത് അങ്ങനെ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കാണികളെ ഇവിടെ ആയിട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഗൈസ്, നമ്മൾ ഉണ്ണീഷിനെ വെച്ചിട്ടില്ല. ഉണ്ണീഷിനെ വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ അവസാനം എന്തായാലും കാണിക്കുന്നതായിരിക്കും. ഇതാണ് ഇപ്പോൾ ആട്ടിടയനും ആടുകളും ചെമ്മരിയാടൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ഉണ്ണീഷിനെ കാണാൻ വരുന്ന ഒരുപാട് ആളുണ്ട്. ഉണ്ണീഷ് മാത്രമില്ല, നമ്മൾ നാളെ വെക്കുന്നതായിരിക്കും കേട്ടോ. മാതാവുണ്ട്, പിന്നെ പശു ഉണ്ട്, ഒട്ടകമുണ്ട്, എല്ലാവരും ഉണ്ട്. വഴിയിൽ ഒരുപാട് ആടുകളെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇനി ഇത് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ക്രിസ്മസ് ട്രീയും വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാലും അങ്ങനെ വെക്കുകയാണെങ്കിൽ അവസാനം വീഡിയോ കാണിക്കുന്നതായിരിക്കും. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പം എന്തായാലും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. അപ്പോൾ ഗൈസ്, ഇതാണ് പുൽക്കൂട്. ഇത് ക്രിസ്മസിൻ്റെ അന്ന് രാവിലത്തെ വിഷ്വൽസാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രാത്രിയിലത്തെ വിഷ്വൽസും ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അവസാനമായിട്ട് അതും കൂടി കണ്ടിട്ട് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം. അപ്പോൾ എങ്ങനെയുണ്ട് ഈ പുൽക്കൂട് എന്നൊന്ന് കമൻറ്റും കൂടി ചെയ്യണം. ഇനി രാത്രിയിലത്തെ വിഷ്വൽ കാണിച്ചു തരാം. ഇതാണ് രാത്രി നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഉള്ളിൽ അലക്സ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ പുറത്ത് മുഴുവൻ LED ലൈറ്റുകളും വെച്ചിട്ട് അടുത്ത് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് മഞ്ഞും നമ്മൾ പഞ്ഞി വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് ട്രീ അതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡെക്കറേറ്റിംഗ് വീഡിയോ അടുത്ത ഉടൻ ദിവസങ്ങളിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.